ഓം ശ്രീ ഗുരുഭ്യോ നമ. ജ്യോതിർഗമ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ചർച്ച ചെയ്യുന്നത് 2025 ഏപ്രിൽ മാസഫലം മകരക്കുറുകാർക്കും മകരലഗ്നക്കാർക്കും എങ്ങനെയാകും എന്നുള്ളതിനെ പറ്റിയാണ്. അതായത് ഉത്രാട നക്ഷത്രത്തിൻ്റെ അവസാന 3 പാദം, തിരുവോണം, അവിട്ട നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 2 പാദത്തിൽ പെടുന്നവർക്ക് ഏപ്രിൽ മാസം എങ്ങനെയാകും. അപ്പോൾ ആദ്യം നമുക്ക് ഈ മകരക്കുറുകാരുടെയും മകരലഗ്നക്കാരുടെയും ഏപ്രിൽ മാസത്തെ ഗ്രഹസ്ഥിതി എങ്ങനെയെന്ന് നോക്കാം. ഗ്രഹസ്ഥിതി നോക്കുമ്പോൾ ജന്മ രാശ്യാധിപൻ, ലഗ്നരാശ്യാധിപനായിട്ടുള്ള ശനി, ആ ശനി 3-ലാണ്. സൂര്യൻ ഏപ്രിൽ 14-ന് 3-ൽ നിന്ന് 4-ലേക്ക് ഉച്ചരാശിയിലേക്ക് രാശി മാറുന്നു. ശുഭാഗ്രഹം ഏപ്രിൽ 3-ന് 6-ൽ നിന്നും 7-ലേക്ക് നീചരാശിയിലേക്ക് രാശി മാറുന്നു. ബുധനാണെങ്കിൽ 3-ൽ സ്ഥിതി തുടരുന്നു. ഏപ്രിൽ 7 മുതൽ ആ ബുധൻ വക്രസ്ഥിതിയൊക്കെ മാറി നേർസഞ്ചാരത്തിലാവുന്നു. ഗുരു ആണെങ്കിൽ 5-ൽ സ്ഥിതി തുടരുന്നു. ശുക്രനാണെങ്കിൽ 3-ൽ ഉച്ചസ്ഥിതനാണ്. ഏപ്രിൽ 13 വരെ ആ ശുക്രൻ വക്രത്തിലും ശേഷം നേർസഞ്ചാരത്തിലുമാകുന്നു. രാഹു 3-ലും കേതു 9-ലും സ്ഥിതി തുടരുന്നു. നമുക്ക് ഈ ഗ്രഹസ്ഥിതി അനുസരിച്ച് മകരക്കുറുകാരുടെയും മകരലഗ്നക്കാരുടെയും ആരോഗ്യസ്ഥിതി എങ്ങനെയെന്ന് നോക്കാം. മകരക്കുറുകാർക്ക് പൊതുവെ 7 ശനി തീർന്ന സമയമാണ് എന്ന് പറയുമ്പോൾ ഒരു ഉയർത്തെഴുന്നേൽപ്പിൻ്റെ സമയം എന്ന് പറയാം. ഇപ്പോൾ ശനി, അതുപോലെ രാഹു, ബുധൻ, ശുക്രൻ, രവി, ഈ 3 ഗ്രഹങ്ങൾ, ഈ 5 ഗ്രഹങ്ങൾ മൂന്നാം ഭവരാശിയിൽ വരികയാണ്. ജന്മരാശിയിൽ ഗുരുവിൻ്റെ ദൃഷ്ടിയുണ്ട്. പൊതുവെ ധൈര്യം, വീര്യം, ആത്മവിശ്വാസമൊക്കെ കൂടുന്ന സമയമാണ്. ആരോഗ്യത്തിലൊക്കെ അനുകൂലമായിട്ടുള്ള ഒരു അന്തരീക്ഷമാണ് കാണുന്നത്. ഇപ്പോൾ 2-ൽ കുജൻ്റെ ദൃഷ്ടി വരുന്നുണ്ട്. ഇപ്പം ചിലർക്ക് ദന്തസംബന്ധമായിട്ടോ അല്ലെങ്കിൽ വിഷൻ സംബന്ധമായിട്ടോ ചെറിയ ചെറിയ ഇഷ്യൂസ് ചിലപ്പോൾ ഉണ്ടാകാം. ചെറിയ സുഖക്കുറവ് അതുമായിട്ട് ബന്ധപ്പെട്ട് വരാൻ സാധ്യതയുണ്ട്. അതുപോലെ ആഹാരത്തിൽ നമ്മൾ കെയർ വേണം. പ്രത്യേകിച്ച് സ്പൈസി ആയിട്ടുള്ള ഫുഡ് ഒഴിവാക്കണം. കുജന് ജന്മരാശിയിൽ ദൃഷ്ടി ഉള്ള സമയമാണ്. ഇപ്പോൾ നമ്മൾ സംസാരത്തിലും ശ്രദ്ധിക്കണം. പ്രകോപനപരമായിട്ട് റിയാക്ട് ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കണം. ഇപ്പോൾ ഗുരുദൃഷ്ടി ജന്മരാശിയിൽ ഉള്ളതുകൊണ്ട് ശാരീരികവും മാനസികവുമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ നിയന്ത്രിക്കുന്നതിന് ആ ഗുരുവിൻ്റെ ദൃഷ്ടി സഹായകമാണ്. അഷ്ടമഭാവാധിപനായിട്ടുള്ള സൂര്യൻ 14-ന് 4-ാം ഭവരാശിയിലേക്ക് രാശി മാറുന്നുണ്ട്, അതായത് അവസാന പകുതി. അപ്പോൾ കുടുംബത്തിൽ അല്പം സുഖക്കുറവിന് ആ സമയത്ത് സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് മാതാവിൻ്റെയൊക്കെ ആരോഗ്യകാര്യത്തിലൊക്കെ ആ സമയത്ത് ഒരു ശ്രദ്ധ കൊടുക്കണം. ഇനി തൊഴിൽ സ്ഥിതി ചിന്തിക്കുമ്പോൾ 10-ാം ഭാവാധിപനായിട്ടുള്ള ശുക്രൻ, ആ ശുക്രൻ 3-ൽ ഉച്ചസ്ഥിതനാണ്. ശുക്രന് 13 മുതൽ വക്രസ്ഥിതി മാറുന്നു. അതുപോലെ 9-ഉം 10-ഉം ഭാവാധിപനായിട്ടുള്ള ബുധനും ശുക്രനും ഒക്കെ തന്നെ 3-ൽ ഉള്ള സമയമാണ്. അത് തൊഴിലിലൊക്കെ നമുക്ക് ഊർജ്ജസ്വലത ഉണ്ടാക്കും, വർക്കിലൊക്കെ ആക്റ്റീവ് ആകും. മാത്രമല്ല 3-ഉം 5-ഉം ഭാവാധിപന്മാർ, അതായത് ഗുരുവും ശുക്രനും ഒക്കെ പരിവർത്തന യോഗത്തിലാണ്. അപ്പം കൂടുതൽ അച്ചടക്കം, ക്ഷമ, ഉത്തരവാദിത്വബോധം ഒക്കെ തൊഴിലിടത്ത് ഉണ്ടാകും. ഇപ്പോൾ ടാലൻറ്റിന്, നമ്മുടെ കഴിവിന് ഒരു അംഗീകാരം കിട്ടുന്ന സമയമായിരിക്കും. തൊഴിലിടത്ത് നമുക്ക് പ്രായോഗികമായിട്ടുള്ള സ്കില്ലൊക്കെ മെച്ചപ്പെടുന്ന സമയമാണ്. അപ്പോൾ അതുവഴിയൊക്കെ നമുക്ക് തൊഴിലിൽ അംഗീകാരം, ഉയർച്ചയൊക്കെ പ്രതീക്ഷിക്കാം. ഇപ്പോൾ തൊഴിലിൽ ആദ്യ പകുതിയൊക്കെ വരുമ്പോൾ അല്പം ടെൻഷനൊക്കെ ചിലപ്പോൾ ഉണ്ടായെന്ന് വരാം. അവസാന പകുതിയൊക്കെ ആകുമ്പോൾ അതൊക്കെ മാറും, മാറ്റങ്ങളുണ്ടാകും. അതുപോലെ കമ്മ്യൂണിക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള വർക്ക്, ക്രിയേറ്റീവ് വർക്ക്, അതുപോലെ എഴുത്തുകാർ, പ്രഭാഷകർ, മോട്ടിവേഷൻ സ്പീക്കേഴ്സ്, ആക്ടേഴ്സ്, ഇവർക്കൊക്കെ അവരുടെ തൊഴിലിൽ ഗണ്യമായിട്ടുള്ള നേട്ടങ്ങൾ പ്രതീക്ഷിക്കാവുന്ന സമയമാണ്. മാസത്തിൻ്റെ അവസാന പകുതിയൊക്കെ ആകുമ്പോൾ തൊഴിലിൽ പോസിറ്റീവായിട്ടുള്ള ചേഞ്ചുകൾ പ്രതീക്ഷിക്കാം. പ്രത്യേകിച്ച് നമുക്ക് ഉയർന്ന തൊഴിലൊക്കെ അന്വേഷിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അനുകൂല സമയമാണ്. തൊഴിൽ അന്വേഷകർക്ക് പ്രത്യേകിച്ച് അവരുടെ ടെസ്റ്റിലും ഇൻ്റർവ്യൂകളിലും ഒക്കെ തന്നെ
നല്ല പെർഫോമൻസ് ഒക്കെ കാഴ്ചവെക്കാൻ കഴിയുന്ന സമയമാണ്. അപ്പോൾ എന്ത് തടസ്സങ്ങളും എന്ത് പ്രതിബന്ധങ്ങളും ഈ തൊഴിലിൽ ഉണ്ടായാലും അവയൊക്കെ തരണം ചെയ്യാനുള്ള ഒരു കഴിവൊക്കെ നമുക്കുണ്ടാകും. വിദേശത്തൊക്കെ തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് ആ ഗുരു ശുക്ര പരിവർത്തന യോഗവും ആ ഗുരുവിൻ്റെ 12ലേക്കുള്ള ദൃഷ്ടിയൊക്കെ അനുകൂലമായിട്ടുള്ള അവസരങ്ങൾ ഉണ്ടാക്കും. വിദേശത്ത് തൊഴിൽ നേടുന്നതിനൊക്കെ അനുകൂലമായിട്ടുള്ള ഒരു ഗ്രഹസ്ഥിതി എന്ന് പറയാം. ബിസിനസ്സുകാരെ സംബന്ധിച്ചിടത്തോളം ബിസിനസ് കാരകനായിട്ടുള്ള ബുധന് ആദ്യവാരം കഴിയുമ്പം തന്നെ വക്രസ്ഥിതിയൊക്കെ മാറുന്നു. എങ്കിലും ബുധൻ നീചരാശിയിലാണ്. അപ്പോൾ നമുക്ക് പ്രതീക്ഷിക്കുന്ന അത്ര ഒരു ഗ്രോത്ത് നമുക്ക് ബിസിനസ്സിൽ ഉണ്ടാകണമെന്നില്ല. ഇപ്പോൾ മാസ അവസാനത്തോടുകൂടി നമുക്ക് ഒരു അനുകൂലമായിട്ടുള്ള ഒരു അന്തരീക്ഷമൊക്കെ ഉണ്ടാകും. അതുപോലെ നമുക്ക് ഈ കോമ്പറ്റീഷനെയൊക്കെ അതിജീവിക്കാനൊക്കെ ബിസിനസ്സുകാർക്ക് കഴിയും. ഇപ്പം 3 ഗ്രഹങ്ങൾ പ്രത്യേകിച്ച് അനുകൂലമായിട്ടുള്ളൊരു അന്തരീക്ഷം ആ മത്സരങ്ങളെ തരണം ചെയ്യാനൊക്കെ സഹായകമാവും. മാത്രമല്ല 7.5 ശനി സമയമൊക്കെ കഴിഞ്ഞ് 7.5 ശനി കാലമൊക്കെ കഴിഞ്ഞ സമയമായതുകൊണ്ട് നമുക്ക് നാളിതുവരെയുള്ള ആ മെല്ലപ്പോക്ക് ആ ഗോസ്ലോ സിസ്റ്റമൊക്കെ ഒന്ന് മാറും. ഗ്രാജുവലായിട്ടുള്ള ഇമ്പ്രൂവ്മെൻ്റൊക്കെ നമുക്ക് ബിസിനസ്സിൽ പ്രതീക്ഷിക്കാവുന്ന സമയമാണ്. ഇനി വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ബുധൻ്റെ വക്രസ്ഥിതിയൊക്കെ മാറുന്നുണ്ട്. അതുപോലെ 7.5 ശനി സമയം കഴിഞ്ഞ സമയമാണ്. അതുപോലെ തന്നെ പഠനത്തിൽ ഊർജ്ജസ്വലത ഉണ്ടാക്കും. അതുപോലെ 5ലെ ഗുരു 5ാം ഭാവാധിപനായിട്ടുള്ള ശുക്രൻ 3 നിൽക്കുകയും ആ ഗുരു ശുക്ര പരിവർത്തന യോഗമൊക്കെ വളരെ ഗുണം ചെയ്യും. അതുപോലെ ഏപ്രിൽ 13 ആ ശുക്രൻ വക്രസ്ഥിതിയൊക്കെ മാറി നേർസഞ്ചാരത്തിലൊക്കെ ആകുന്നു. അപ്പോൾ അതൊക്കെ വിദ്യാർത്ഥികൾക്ക് പൊതുവെ അനുകൂലമായിട്ടുള്ള ഗ്രഹസ്ഥിതി എന്ന് പറയാം. 9ലും 11ലും ജന്മരാശിയിലുമൊക്കെ ആ ഗുരുവിൻ്റെ ദൃഷ്ടിയുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഉന്നത പഠനത്തിലൊക്കെ ഏർപ്പെടുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഗുണാനുഭവം ഉണ്ടാകും. സീനിയർ അധ്യാപകരുടെയൊക്കെ ഗൈഡൻസ്, അവരുടെ മാർഗനിർദ്ദേശങ്ങൾ ഒക്കെ തന്നെ പഠനത്തിൽ മുതൽക്കൂട്ടാകും. പുത്തൻ കോഴ്സുകളൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് പൊതുവെ അവർക്ക് അവരാഗ്രഹിക്കുന്ന സ്ഥാപനത്തിൽ തന്നെ അഡ്മിഷനൊക്കെ സാധ്യമാകും. വിദേശത്തൊക്കെ ഉന്നത പഠനം ആഗ്രഹിക്കുന്നവർക്കും പൊതുവെ അനുകൂല സമയമായിട്ട് കാണുന്നുണ്ട്. ഇനി നമുക്ക് ധനസ്ഥിതി നോക്കാം. ധനസ്ഥിതി ചിന്തിക്കുമ്പോൾ 2ാം ഭാവാധിപൻ ശനി 3ലുണ്ട്. അതുപോലെ 11ാം ഭാവാധിപനായിട്ടുള്ള കുജൻ 7ലാണ്. ആ ഗുരു ദൃഷ്ടി 11ലുണ്ട്. അപ്പം ധനാഗമം കൂടുന്നതിനുള്ള ചിന്തകളും അതിനുള്ള പ്രവർത്തനങ്ങളും ഒക്കെ ഉണ്ടാകും. ധനനേട്ടം ഉണ്ടാകും. അപ്പോൾ 11ാം ഭാവാധിപനായിട്ടുള്ള ചൊവ്വ നീചരാശിയിലായതുകൊണ്ട് ഈ ധനവരവിൽ ചിലപ്പോൾ ഒരു ഫ്ലക്ച്വേഷൻ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. എങ്കിലും പ്രതീക്ഷിക്കുന്ന വിധം നമുക്ക് ധനനേട്ടം ഉണ്ടാകണമെന്നില്ല. ധനാഗമം ഉണ്ടാകും, പക്ഷേ അത് നമ്മൾ പ്രതീക്ഷിക്കുന്ന രീതിയിലുള്ള ഒരു അനുപാതത്തിൽ ആകണമെന്നില്ല. അതുപോലെ ചിലർക്ക് സ്പെക്കുലേറ്റീവ് തലത്തിലൊക്കെ അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു നേട്ടമൊക്കെ ചിലപ്പോൾ ഉണ്ടായെന്ന് വരാം. ഇപ്പം ശനിയുടെ ദൃഷ്ടിയൊക്കെ 12ൽ വരുന്ന സമയമായതുകൊണ്ട് വ്യയം ചെയ്യേണ്ട ഒരു ആവശ്യകതയൊക്കെയാണ്. പ്രത്യേകിച്ച് നമുക്ക് പല തലങ്ങളിലുള്ള ഒരു ചിലവൊക്കെ ചിലപ്പോൾ നമുക്ക് വന്ന് പെടാൻ സാധ്യതയുണ്ട്. ഇനി നമുക്ക് ഈ കുറുകാരുടെയും ലഗ്നക്കാരുടെയും വിവാഹം, ദാമ്പത്യ ബന്ധമൊക്കെ അതുപോലെ കുടുംബജീവിതമൊക്കെ എങ്ങനെയാകും എന്ന് നോക്കാം. ഇപ്പം 7ാം ഭാവത്തിലേക്ക് ഈ പ്രത്യേകിച്ച് ആ ചൊവ്വ 7ാം ഭാവത്തിലേക്ക് വരുന്ന സമയമാണ്. ഏപ്രിൽ 3 ചൊവ്വ 7ലേക്ക് വരുന്നു. പക്ഷേ ചൊവ്വ നീചരാശിയിലാണ് വരുന്നത്. അപ്പോൾ 7ാം രാശി എന്ന് പറയുന്നത് ചന്ദ്രൻ്റെ രാശിയാണ്. അപ്പോൾ ഇടയ്ക്കിടയ്ക്കൊക്കെ ചന്ദ്രൻ അനുകൂല സ്ഥാനങ്ങളിലേക്കൊക്കെ പോകുമ്പോൾ ഈ കുജന നീചഭംഗവും വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ പൊതുവെ നോക്കുമ്പോൾ വിവാഹ ആലോചനകളൊക്കെ വരും, പക്ഷെ നമുക്കത് സ്മൂത്ത് ആകണമെന്നില്ല. ഒരു ചെറിയ തടസ്സങ്ങളൊക്കെ ചിലപ്പോൾ ഉണ്ടാക്കിയെന്ന് വരാം. അതുപോലെ ഈ കമിതാക്കളെ സംബന്ധിച്ചിടത്തോളം ആ ഗുരുവും ശുക്രനും ഒക്കെ പരിവർത്തന യോഗം ചെയ്ത് നിൽക്കുന്നത് അതൊക്കെ പ്രണയബന്ധമൊക്കെ സ്മൂത്താകും. അതുപോലെ 5ാം ഭാവാധിപനായിട്ടുള്ള ശുക്രന് രാഹുവുമായിട്ടൊക്കെ ഒരു കണക്ഷൻ ഉള്ള സമയവും കൂടെയാണ്.
അപ്പോൾ നമ്മൾ പ്രത്യേകിച്ച് 3-ലാണ് ആ ശുക്രൻ നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ സാമൂഹിക മാധ്യമങ്ങളിലൊക്കെ അതുവഴിയൊക്കെയുള്ള പ്രണയബന്ധം ചിലപ്പോൾ അത് സുഖകരമാകണമെന്നില്ല. കാരണം അതിലൊക്കെ എന്തെങ്കിലും ചതിയോ വഞ്ചനയൊക്കെ പെടാൻ സാധ്യതയുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കി മുന്നോട്ട് പോകണം. അതുപോലെ മാരിറ്റൽ റിലേഷൻഷിപ്പ് ചിന്തിക്കുമ്പോൾ ഈ ചൊവ്വാഗ്രഹം 7-ൽ സ്ഥിതിയുള്ള സമയമാണ്. ചൊവ്വ എന്ന് പറയുമ്പോൾ തന്നെ ഇപ്പോൾ ഡിസ്പ്യൂട്ടിൻ്റെയും ഒരു ഇമ്പൾഷൻ്റെയൊക്കെ ഗ്രഹമാണ്. അതുകൊണ്ട് ദാമ്പത്യ ബന്ധത്തിൽ ഒരു കെയർ വേണം. അതുപോലെ തന്നെ നമുക്ക് ഈ വൈകാരികമായിട്ട് കഴിവതും പ്രതികരിക്കാതിരിക്കാൻ ഈ സമയത്ത് ശ്രദ്ധിക്കുക. തർക്കങ്ങൾ ഒഴിവാക്കി പോകുക. അല്പം സംയമനവും അച്ചടക്കവും ഒക്കെ നമുക്ക് ഈ ദാമ്പത്യ ബന്ധത്തിൽ വേണ്ടുന്ന സമയമാണ് എന്നും കൂടെ മനസ്സിലാക്കുക. പിന്നെ ഗുരുവിൻ്റെ ദൃഷ്ടിയൊക്കെ ജന്മരാശിയിൽ ഉള്ളതുകൊണ്ട് നമുക്ക് ഒരു നിയന്ത്രണമൊക്കെ നമുക്ക് വരാൻ സാധ്യതയുണ്ട്. ഇനി കുടുംബ ജീവിതത്തിലോട്ട് വരുമ്പോൾ 4-ാം ഭാവാധിപനായിട്ടുള്ള ചൊവ്വ, ആ ചൊവ്വ നീചസ്ഥിതിയിലാണ്. അപ്പം 4-ാം ഭാവാധിപന് ബലക്കുറവുണ്ട്. 14 മുതൽ ഈ 8-ാം ഭാവാധിപനായിട്ടുള്ള സൂര്യൻ 4-ലേക്ക് വരുന്നുണ്ട് സുഖസ്ഥാനത്ത്. അപ്പോൾ അത് ഈ കുടുംബത്തിൽ ഒരു സുഖക്കുറവ് ചിലപ്പോൾ ഉണ്ടാക്കിയെന്ന് വരാം. പിന്നെ നമ്മളെ കുടുംബ അംഗങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ ആരോഗ്യ പ്രശ്നങ്ങൾ ചിലപ്പോൾ ആ സമയത്ത് ഉണ്ടായെന്ന് വരാം. ഇപ്പോൾ ജന്മരാശിയിലൊക്കെ ആ കുജൻ്റെയൊക്കെ ഉച്ചദൃഷ്ടി ഉണ്ട്. അപ്പോൾ കഴിവതും നമ്മൾ അഗ്രസീവായിട്ടുള്ള ബിഹേവിയർ ഒഴിവാക്കണം. അപ്പോൾ ഗുരുദൃഷ്ടിയുള്ള സമയമായതുകൊണ്ട് കഴിവതും നമുക്ക് കുടുംബത്തിലായാലും അതുപോലെ ദാമ്പത്യ ബന്ധത്തിലായാലും നമുക്ക് എന്തെങ്കിലും പ്രയാസങ്ങളോ പ്രശ്നങ്ങളോ ഉണ്ടെങ്കിൽ അത് നിയന്ത്രിക്കുന്നതിന് ആ ഗുരുവിൻ്റെ ദൃഷ്ടി സഹായകമാകും. ഏപ്രിൽ 4, 5, 8, 9, 18, 19 ഈ തീയതികൾ പൊതുവെ അനുകൂല ദിവസങ്ങളല്ല. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നമ്മൾ ഈ മംഗളകർമ്മങ്ങൾ, ശുഭകർമ്മങ്ങൾ കഴിവതും ഒഴിവാക്കണം. അതുപോലെ നമ്മൾ പുതിയ എന്തെങ്കിലും സംരംഭങ്ങൾ ആരംഭിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അത്തരം പുതു സംരംഭങ്ങളെല്ലാം ഈ ദിവസങ്ങളിൽ ആകാതിരിക്കാൻ ശ്രദ്ധിക്കണം. അതുപോലെ നമ്മൾ പ്രധാനപ്പെട്ട എന്തെങ്കിലും തീരുമാനങ്ങൾ, സുപ്രധാന തീരുമാനങ്ങൾ, അതും ഈ ദിവസങ്ങളിൽ എടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഇവിടെ ഞാൻ പറഞ്ഞത് ഈ മകരക്കൂറുകാരുടെയും മകര ലഗ്നക്കാരുടെയും ഫലമാണ്. ഇപ്പോൾ മകരക്കൂറിൽ നമുക്കറിയാം, അതിൽപ്പെടുന്ന നക്ഷത്രക്കാർക്ക് ചിലർക്ക് മാത്രമേ മകരലഗ്നം വരൂ. ഇപ്പോൾ ഒരേ നക്ഷത്രം തന്നെ നമ്മൾ എടുത്താലും അതിൽ തന്നെ വ്യത്യസ്തമായിട്ടുള്ള ലഗ്നരാശിയിൽ വരും. അപ്പോൾ മകരക്കൂറിൽപ്പെടുന്ന ചിലർക്ക് മാത്രം മകരലഗ്നം. ഇവിടെ ഞാൻ പറഞ്ഞത് മകരക്കൂറുകാരുടെയും മകരലഗ്നക്കാരുടെയും ഫലമാണ്. അപ്പം മകരലഗ്നമല്ലാത്ത ലഗ്നക്കാരാണെങ്കിൽ, അപ്പോൾ മകരക്കൂറിൽപ്പെടുന്ന മറ്റു ലഗ്നക്കാരെ സംബന്ധിച്ചിടത്തോളം അവർ ആ ലഗ്നരാശി അറിയാമെങ്കിൽ ഈ കൂറിൻ്റെ ഫലത്തോടൊപ്പം ആ ലഗ്നരാശിയുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്ന ഫലവും കൂടെ കമ്പൈൻ ചെയ്ത് കേൾക്കുമ്പോൾ നമുക്ക് ഏപ്രിൽ മാസത്തെ പൊതുഫലത്തിൻ്റെ ഒരു കൃത്യ ചിത്രം കിട്ടും. മാത്രമല്ല നമുക്ക് ഈ കൂറിനേക്കാളും കൂടുതൽ കൃത്യത ലഗ്നഫലത്തിനാണ്. അതുകൊണ്ടാണ് നമ്മൾ ഒരേ നക്ഷത്രക്കാരെടുത്താൽ തന്നെയും ഒരേ നക്ഷത്രക്കാർക്ക് ഒരേ അനുഭവം വരുന്നില്ല. അതിന് പ്രധാന കാരണമെന്ന് പറയുന്നത് ഒരേ നക്ഷത്രക്കാർക്ക് തന്നെ വ്യത്യസ്തമായിട്ടുള്ള ലഗ്നരാശികൾ വരുന്നുണ്ട്. അപ്പം നമ്മൾ ലഗ്നത്തിനാണ് കൂടുതൽ കൃത്യത. ഇപ്പം ലഗ്നത്തെ അടിസ്ഥാനപ്പെടുത്തി കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ അത് കുറച്ചുകൂടെ കൃത്യത കൂടും. അതുകൊണ്ടാണ് ലഗ്നഫലം ഇതിനോടൊപ്പം കേൾക്കണം എന്ന് പറയുന്നത്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. മറ്റൊരു പുതിയ വിഷയവുമായി അടുത്ത വീഡിയോയിൽ കാണാം. നമസ്കാരം.